കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നവരെ, രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കാനുള്ള വഴി. മാത്സിൽ നാം ഫോർമുലാസ് ഉപയോഗിക്കാറുണ്ടല്ലോ. അതുപോലെ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിച്ചു തരുന്ന രക്ഷയിലേക്കുള്ള വഴി മനസ്സിലാക്കുവാൻ ചില ഫോർമുലാസ് ഉപയോഗിക്കാം. രക്ഷിക്കപ്പെട്ടതും രക്ഷിക്കപ്പെടും എന്നുള്ളതും ദൈവത്തിൻ്റെ ദാനമാണെന്ന് സ്മരിച്ചുകൊണ്ട് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുവാനുള്ള വഴിയായി അതിനെ ഉപയോഗിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുക. സ്നേഹം അധികം അനുസരണം സമം വിശ്വാസം. ഇത് ദൈവത്തിലുള്ള വിശ്വാസമാണ്, അതായത് അഗാപേ. ദൈവവിശ്വാസം അധികം മാമോദീസ അഥവാ സ്നാനം സമം നീതീകരണം. നീതീകരണം എന്നാൽ രക്ഷിക്കപ്പെട്ടു എന്നർത്ഥം. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. 3. നീതീകരണം അഥവാ മാമോദീസയിലെ മോറോൻ അഭിഷേകം. അപ്പോൾ സമം പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം അഥവാ ശക്തി ലഭിക്കുന്നു. 4. നീതീകരണം അധികം പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം അഥവാ ശക്തി സമം വിശുദ്ധീകരണം. വിശുദ്ധീകരണം എന്നാൽ നാം വിശുദ്ധീകരണം ലഭിച്ചതിന് ശേഷം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. വിശുദ്ധീകരണം അധികം ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ദൈവരാജ്യത്തിൽ വസിച്ച് സഹോദരനെയും കൂട്ടുകാരനെയും ശത്രുവിനെയും സ്നേഹിച്ച് അധികം സത്യകുമ്പസാരവും വിശുദ്ധ കുർബാനാനുഭവവും നടത്തി ഈ ലോകത്തിൽ കാരുണ്യപ്രവർത്തികൾ ചെയ്താൽ നിത്യജീവൻ അഥവാ രക്ഷിക്കപ്പെടും. അത് ദൈവത്തിൻ്റെ ദാനമാണ്. രക്ഷിക്കപ്പെട്ട ശേഷം ചെയ്തു പോകുന്ന പാപങ്ങൾക്ക് പരിഹാരമാണ് ക്രിസ്തു സ്ഥാപിച്ച സത്യകുമ്പസാരവും വിശുദ്ധ കുർബാനാനുഭവവും. സഹോദരങ്ങളെ, രക്ഷയിലൂടെയുള്ള ഈ വഴി നിത്യരക്ഷയിലേക്കുള്ള വഴിയാണ്. ഈ യാത്ര അവസാനിക്കേണ്ടത് നിത്യതയിലാണ്. ദൈവത്തോടൊപ്പം വിശ്വാസി എന്നേക്കും വസിക്കുന്നതാണത്. ആ സന്തോഷ ദിനത്തിനായി ഒരുങ്ങുക. ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.